കൗമാരകാലം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ തമാശകൾ കണ്ടും കേട്ടും ഒരുപാട് പൊട്ടിച്ചിരിക്കാനുള്ളതായിരുന്നു. അതിനുശേഷം ഒരു യൗവനത്തിൻ്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് ശരിക്കും ഇദ്ദേഹത്തിൻ്റെ അഭിനയ പാടവം കണ്ട് ഞെട്ടിത്തരിക്കുന്ന സമയമായിരുന്നു. പക്ഷേ കാലം ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറും അദ്ദേഹത്തെ ഒരു തന്ത വൈബെന്നും വാട്സപ്പ് അമ്മാവൻ എന്നൊക്കെയുള്ള വിളികൾ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കാണുമ്പോൾ ഒരല്പം വിഷമം തോന്നുന്നുണ്ട്. പറഞ്ഞു വരുന്നത് സലിം കുമാറിനെ കുറിച്ചാണ്. അദ്ദേഹം ഈ അടുത്ത് നടത്തിയ ഒരു പരാമർശമുണ്ട്. ആ പരാമർശത്തെക്കുറിച്ചുള്ള ചില ന്യൂസ് ചർച്ചകൾ ഞാൻ കണ്ടപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു റൈറ്റപ്പ് ഞാൻ വായിച്ചപ്പോഴും എനിക്ക് തോന്നി നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടെന്ന്. സലിം കുമാർ നടത്തിയ ആ പ്രസംഗത്തിന് 4 രീതിയിൽ നമ്മൾ നോക്കിക്കാണണം. ഒന്ന്, ആ പ്രസംഗത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ. ഇത് സലിം കുമാറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ ഒരു സ്പീച്ചും അത് നമ്മൾ എടുക്കുന്ന രീതിയും അത് വെച്ചിട്ട് ഒരു പക്ഷേ നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും കൊണ്ടുവരാവുന്ന ചില മാറ്റങ്ങൾക്കും കാരണമായേക്കാവുന്ന ഒരു ചർച്ച എന്നാണ് ഞാനിതിനെ വിലയിരുത്തുന്നത്. സലിം കുമാർ ഉപയോഗിക്കുന്ന ഭാഷ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഡിസ്കഷൻസ് ഒരു സൈഡിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിലുള്ള പലതരം പൊളിറ്റിക്സിനെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, അതിനെ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ആ പ്രസംഗത്തിൽ സലിം കുമാർ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള ആ കണ്ടന്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ശരിക്കും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. നാലാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം സംസാരിക്കുന്നത് കൂടുതലും ഈ യങ് ജനറേഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. പക്ഷേ നമ്മുടെ ഓൾഡർ ജനറേഷൻ, സലിം കുമാർ അടക്കമുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായ ആളുകൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കണ്ടേ. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറേ നാൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. സലിം കുമാർ അന്ന് നടത്തിയിട്ടുള്ള പ്രസംഗം നമ്മളൊന്ന് ഇരുന്ന് കാണുകയാണ്. എന്നിട്ട് നമുക്കതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ സംസാരിച്ചു പോകാം. പരിപാടി സംഘടിപ്പിച്ചത് ഇവിടുത്തെ DCCക്കും അതിൻ്റെ അമരക്കാരനായ പ്രവീൺ കുമാറിനും, കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പങ്കെടുത്ത പരിപാടിയെക്കുറിച്ച് അദ്ദേഹത്തിന് അഭിമാനം ഉണ്ടെന്ന് പറയുന്നു. കോൺഗ്രസ്സുകാരും ഈ കലാ സാംസ്കാരിക പരിപാടികളുമായി മുന്നോട്ട് വരുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കോഴിക്കോടിന്റെ മണ്ണിൽ വന്നു, കോഴിക്കോടാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. അപ്പോൾ കോഴിക്കോടിൻ്റെ മണ്ണിനെ കുറിച്ച്, പൊന്നിൻ ചിങ്ങം എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന കച്ചവടത്തിന് വന്നിട്ടുള്ള ആളുകൾ പൊന്നു കൊടുത്ത് പലതും അതിൻ്റെ പേരിലാണ് ഈ ഒരു പൊന്നിൻ ചിങ്ങം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കോഴിക്കോട് വന്ന് ഒരു ബിസിനസ് മോട്ടിവേഷൻ സ്പീക്കർ അങ്ങനെ എന്തോണ് പുള്ളി സ്വയം വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് തെറി പറയുകയും അതിനെ തുടർന്ന് ഒരു വിവാദമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും കൂടി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാലഘട്ടങ്ങളിലെ കോഴിക്കോടിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് അല്ലെങ്കിൽ മാറി വരുന്ന സാമൂഹ്യ സാഹചര്യത്തെക്കുറിച്ചും കൂടി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു നല്ല കാര്യമാണ്. ഇന്ന് സാംസ്കാരികമായിട്ട് ഒരു കൂട്ടായ്മക്ക് ജനങ്ങൾക്ക് സമയമില്ല. ഞാനും എൻ്റെ ഫോണും എന്തെങ്കിലും ജീവിതമായി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതൊരു വളരെ വലിയ യാഥാർത്ഥ്യമാണ്. സാംസ്കാരികമായ കൂട്ടായ്മകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പലതരം കാര്യങ്ങളെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, പല രീതിയിൽ നമുക്ക് ആളുകളുമായി ഇടപെടാൻ പറ്റുന്ന, നമ്മുടെ തന്നെ കഴിവുകളെ ഒരുപക്ഷെ നമുക്ക് പോലും കണ്ടെത്താൻ പറ്റാത്ത കഴിവുകളെ കണ്ടെത്താൻ പറ്റുന്ന, സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ മൊത്തം ഒരു സാമൂഹിക അവസ്ഥ നമ്മളിലൂടെയും കൂടി കയറി ഇറങ്ങുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാകുന്നത്. നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കുക, ഒരുപാട് ചങ്ങലകൾ ഇങ്ങനെ എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം തടയുന്ന ചങ്ങലകൾ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറേ ആൾക്കാർ കുറേ ചങ്ങലകളൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്, എല്ലാം കണക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മളും അതിൻ്റെ ഒരു ഭാഗമാവുന്നത് അവരെ പോലെ ഒരു ചങ്ങല എടുത്ത് പിടിച്ച് നിന്നിട്ടാണെന്ന് സങ്കല്പിക്കും. ഞാൻ വീണ്ടും പറയുന്നു, സ്വാതന്ത്ര്യമില്ലായ്മയുടെ ചങ്ങല എന്ന അർത്ഥത്തിലല്ല, കണക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളൊരു ഉദാഹരണം പറയാണ്. നമ്മളും അതെടുത്ത് പിടിക്കുമ്പോഴാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്താണ്, അതിൻ്റെ വെയിറ്റ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, മറ്റുള്ളവരും കൂടി നമ്മളോടൊപ്പം പിടിക്കുമ്പോൾ ഇത് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ ഈ ഒരു സാമൂഹികമായി സാംസ്കാരികമായി മറ്റുള്ളവരുമായി ഇടപെടുന്നതിലൂടെ നമുക്ക് കുറേ കൂടി നല്ല രീതിയിൽ ഒരു പക്ഷേ നോക്കി കാണാൻ പറ്റും. പക്ഷേ ഇന്ന് എല്ലാവരും ഫോണിനകത്തേക്ക് ചുരുങ്ങി പോവുകയാണ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യത്തിനെ സലിം കുമാർ പറയുന്നുണ്ട്. പണ്ടൊക്കെ നിങ്ങൾക്ക് വായനശാലയിൽ ചെന്നാൽ കാണാം, ഒരു ചായക്കടയിലെ രാഷ്ട്രീയത്തിൽ ജനങ്ങളെ കാണാം, മരണ വീടുകളിൽ ചെന്നാൽ കാണാം, കല്യാണ വീടുകളിൽ ചെന്നാൽ കാണാം. എവിടെ ചെന്നാലും സദ്യ ഉള്ളുമ്പോഴും മരിച്ച ആളുടെ അടുത്തിരിക്കുമ്പോഴും മൊബൈലുമായിട്ടിരിക്കണം. ഇന്ന് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ആ ശ്രദ്ധയിലേക്ക് നമുക്ക് വരാം. പക്ഷേ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റും ഇവിടെ വാലിഡായിട്ട് നമുക്ക് തോന്നും. എല്ലാവരും ഇപ്പോൾ അങ്ങ് ഫോണിലാണെന്നേ എന്ന് പറയുന്ന ഒരു സാധനം കേൾക്കുമ്പോൾ കുറേ ആളുകൾക്ക് തോന്നും, അല്ല അത് ശരിയാണല്ലോ, ഈ ഫോണ് കാരണം നമ്മുടെ ആളുകളൊക്കെ മറ്റേ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്, എന്താ നമ്മുടെ ആളുകളൊക്കെ ഇങ്ങനെ എന്ന് പറയുന്ന ഒരു ചിന്ത വന്നേക്കാം. പണ്ട് വായനാശീലം കൂടി വന്ന ഒരു സമയം, അതായത് കേരളത്തിലെ നമ്മുടെ സാഹിത്യകാരന്മാർക്ക് വലിയൊരു സ്വീകാര്യത കിട്ടിയിരുന്ന, ഒരുപാട് വായന ഉണ്ടായിരുന്ന, ഒരുപാട് സിനിമയിലാണെങ്കിലും സാമൂഹ്യ പശ്ചാത്തലത്തിലാണെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്ന, എനിക്ക് തോന്നുന്നു 70-കൾ 80-കളുടെ തുടക്കം എന്നൊക്കെ പറയുന്നൊരു സമയം എന്ന് പറയുന്നത് അന്ന് വായനയെ പേടിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. വായനയെ തന്നെ പല തട്ടിൽ നോക്കി കണ്ടിരുന്ന, അളന്നിരുന്ന ആളുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് TV യുടെ ഒരു കടന്നുവരവ് സംഭവിക്കുന്നത്. TV വന്നു കഴിഞ്ഞപ്പോൾ അന്ന് എല്ലാവരുടെയും വില്ലൻ TV ആയിരുന്നു.
അത് കഴിഞ്ഞ് ടി വിയിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് വന്നപ്പോൾ കമ്പ്യൂട്ടർ ജോലികളെയും കമ്പ്യൂട്ടർ അങ്ങനെയാണ്, കമ്പ്യൂട്ടർ ഇങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ ഇൻ്റർനെറ്റ് നമ്മുടെ കുട്ടികളെ നശിപ്പിക്കുന്ന ഒരു മഹാഭീകര സ്വത്വമാണ് എന്നുള്ള രീതിയിലായിരുന്നു. ഇന്നിപ്പോൾ അതിൽ നിന്നും മാറി നമ്മൾ ഈ മൊബൈൽ ഫോണിലേക്ക് എത്തുമ്പോൾ മൊബൈൽ ഫോണാണ് ഇന്ന് ഭീകരനായിരിക്കുന്നത്. എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം, നമ്മുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കണ്ടുപരിചയിച്ചിട്ടില്ലാത്ത പുതിയതായിട്ടുള്ളത് എന്തിനേയും ഒരു സംശയദൃഷ്ടിയോടുകൂടിയാണ് നമ്മൾ നോക്കിക്കാണുക. അതായത് നമ്മുടെ ഒരു 10-18 വയസ്സിന് മുമ്പ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളൊരു കാര്യത്തിനെ നമ്മളൊരു ഭീകര രൂപമായിട്ട് കാണില്ല. ഇപ്പോൾ എനിക്ക് എൻ്റെ പ്രായത്തിൽ ടി വി എന്ന് പറയുന്നത് എനിക്ക് വലിയ അപകടകരമായ കാര്യമൊന്നുമല്ല. ടി വിയുടെ ഉപയോഗം വളരെ കൂടി വന്നിരുന്ന ഒരു സമയത്ത് എനിക്കൊന്ന് കേരളത്തിൽ ഏറ്റവും ആദ്യം ഏഷ്യാനെറ്റാണ് പ്രൈവറ്റ് കേബിൾ നെറ്റ്വർക്ക് കൊണ്ടുവരുന്നത്. അന്ന് കണ്ണൂർ ആദ്യത്തെ കണക്ഷൻ എടുക്കുന്ന ആൾക്കാരിൽ ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പം നമ്മൾ ഈ ടി വിയോടൊപ്പം വളർന്നിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ എൻ്റെ SSLC പരീക്ഷയുടെ സമയത്ത് പോലും ടി വിയുടെ മുമ്പിലിരുന്നും പഠിച്ചിട്ടുണ്ട്. എനിക്കതും പറ്റും. നമ്മൾ ടി വിയായിട്ട് അത്രയും നമുക്കിതൊരു സാധാരണ സാധനമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വളർച്ചയിൽ എൻ്റെ ഒപ്പം കൂടി ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ എൻ്റെ മക്കൾ ടി വി കണ്ടു കഴിഞ്ഞാൽ എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കമ്പ്യൂട്ടർ നോക്കിയിരുന്നു കഴിഞ്ഞാലും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ മൊബൈൽ ഫോൺ അതിൻ്റെ അഡിക്ഷൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടാകും. ഇതെല്ലാം ഈ പറയുന്ന ഏത് കാര്യത്തിനോടുമുള്ള അഡിക്ഷൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോൾ വായനയോട് ഭയങ്കര അഡിക്ഷനായി വായിച്ചിരിക്കുന്ന ഒരാൾ സാമൂഹികമായി ബാക്കിയുള്ളവരോട് എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് പറയുന്നൊരു ചോദ്യം വരുമ്പോൾ അവർ ചിലപ്പോൾ അന്തർമുഖരായി പോയിട്ടുണ്ടാകും. അപ്പോൾ ആ അന്തർമുഖരായി പോയത് വായനയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താം. വേറെയും ഘടകങ്ങൾ അവിടെ ഉണ്ടാവാം. ടി വിയുടെ കാര്യത്തിൽ നമുക്കിത് പറയാം, മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിൽ നമുക്കിത് പറയാം. മൊബൈൽ ഫോൺ ഇപ്പോൾ വളരെ വ്യാപകമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 20-25 വർഷമായിരിക്കും ആയിട്ടുണ്ടാവുക. അതിൽ തന്നെ കോവിഡിന് ശേഷമാണ് വളരെ വലിയൊരു വ്യത്യാസം നമ്മൾ കാണുന്നത്. എപ്പോഴും എന്തെങ്കിലും ഒരു പുതിയ ശീലം ഒരു വലിയ സാമൂഹ്യ വിപത്തായി മാറുന്നുണ്ടോ, അത് മാനസികമായും ശാരീരികമായും ആളുകളെ എത്രത്തോളം ബാധിക്കുന്നു എന്ന പഠനങ്ങളൊക്കെ നടത്തി അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ വന്ന് കൂടുതൽ ചർച്ചകളൊക്കെ നടക്കാൻ ഒരു 10-20 വർഷമെങ്കിലും എടുക്കും. പുകവലി, പ്രത്യേകിച്ച് മറ്റേ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടുള്ള പുകവലി ഉപകരണങ്ങളൊക്കെ ഉൽപ്പന്നങ്ങളൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം കുറച്ച് നാളുകൾക്ക് ഇപ്പുറമാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്. അന്ന് പുകവലിയെ പ്രോത്സാഹിപ്പിച്ച് അതിനെ വളരെ മാസ് മെറ്റീരിയലായി സിനിമയിൽ ഉപയോഗിച്ചിരുന്ന എത്രയോ ആളുകൾ പിന്നീട് പുകവലി ശരിയല്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. അത് അവരുടെ മുന്നിൽ കിട്ടിയ പഠനങ്ങളും ഈ ശീലം ആളുകളിൽ വ്യാപകമായി ഉണ്ടാക്കുന്ന ഫലങ്ങളെയും മുൻനിർത്തിയിട്ടാണ്. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടം ഒക്കെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകളിൽ തന്നെ സാമൂഹികമായി വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിവൈസാണത്. ആളുകളുടെ ചിന്താഗതികൾ മാറി, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മാറി, ആളുകൾ മറ്റുള്ള ആളുകളെ നോക്കിക്കാണുന്നത്, ആളുകളെ വിലയിരുത്തുന്നതിൽ, ജഡ്ജ് ചെയ്യുന്നതിൽ ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ കുറേയും കൂടി ഇൻക്ലൂസീവായി ചിന്തിക്കാൻ മൊബൈൽ ഫോണിൻ്റെ വ്യാപനം ഒരു കാരണമായി എന്ന് പറയുമ്പോൾ വേറൊരു സൈഡിൽ കൂടി കുറേ ആളുകൾക്കിടയിൽ വിഭാഗീയത സൃഷ്ടിക്കാനും ഇതേ മൊബൈൽ ഫോണിന് ഉപയോഗിക്കുന്നുണ്ട്. ഇത് പല രീതിയിൽ ആളുകളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പല തരത്തിലുള്ളൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് ഇവിടെ നടന്നിട്ടുണ്ട്. പൊളിറ്റിക്കലി കറക്റ്റായി എങ്ങനെയാണ് കാര്യങ്ങളെ നോക്കിക്കാണുക എന്ന് പറയുന്ന ചിന്തകൾ വന്നു തുടങ്ങുന്ന കാര്യം എല്ലാവരും എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പണ്ടൊരു ട്രാൻസ്ജെൻഡർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് അയാൾക്ക് തൊട്ടടുത്തുള്ള കുറച്ച് ആളുകളോട് അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതൽ വ്യാപകമായപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ ഒരു ഇടമുണ്ട് എന്നൊരു സാഹചര്യം വന്നപ്പോൾ ആളുകൾ അവരുടെ മാനസിക ശാരീരിക അവസ്ഥകളെക്കുറിച്ചും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെയും കുറിച്ചും പറയാൻ തുടങ്ങിയപ്പോൾ മനുഷ്യർ ഒരു വിവേചനം നേരിടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ചിന്ത വരികയും ആളുകൾ കൂടുതൽ ഇൻക്ലൂസീവായി ചിന്തിക്കുകയും ഇങ്ങനെ ഒരു വലിയ മാറ്റത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിവൈസിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും വേണം. ഏതൊരു കാര്യം അങ്ങനെയാണ്. ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തലയുള്ള ഒരു വാൾ പോലെയാണ്. ഏത് സൈഡായാലും നമുക്ക് കറിക്കരിയാനും ഉപയോഗിക്കാം, രക്തം പൊടിക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഈ മൊബൈൽ ഫോൺ കാരണം സാമൂഹികമായ ഇടപെടലുകൾ കുറയുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ, ആളുകൾ വന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ആളുകളുടെ പങ്കാളിത്തം എണ്ണം കുറയുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എനിക്കും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഈ സാംസ്കാരിക പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ പിള്ളേരൊന്നും കാണാൻ പറ്റില്ല. അവിടെ നമ്മൾ കാണുന്നത് വളരെ ചെറിയ കുട്ടികളും പിന്നെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളുമായിരിക്കും. ഒരു 90s കിഡ്സ് അല്ലെങ്കിൽ 2000 തുടക്കം, അതിനുശേഷം ഇങ്ങോട്ടുള്ള ആളുകളൊന്നും ഈ പരിപാടിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോൾ അവർ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് മുന്നോട്ട് വെക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവരൊക്കെ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്തിലാണ് വ്യാപൃതരായിരിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമ്മൾ ശരിക്കും അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ മൊബൈൽ ഫോണാണ് ഇവിടുത്തെ വില്ലൻ. പക്ഷേ സലിംകുമാറിൻ്റെ കണ്ടെത്തൽ പ്രശ്നമാകുന്നത് ഇവിടുന്ന് അങ്ങോട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലാണ്. ഞാൻ പറവൂർന്ന് കോഴിക്കോട് വരെ എത്തുന്ന നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചു, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂലേ ഇത് നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവാ. ഇവര് എന്താണ് പറയുന്നത്? ഒന്നാമത്തെ കാര്യം സലിംകുമാർ മനസ്സിലാക്കേണ്ടത്, അത് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ പേഴ്സണൽ കാര്യം. ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്.
അവർ ചിലപ്പോൾ കൂടുതൽ സമയം സംസാരിക്കും, ചിലർ കുറച്ച് സമയം സംസാരിക്കുള്ളൂ, ചിലപ്പോൾ ചിലർ ടെക്സ്റ്റ് ചെയ്യുന്നതിലായിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. ഇപ്പോൾ പണ്ട് മറ്റേ വായനശാലയിൽ പോയാൽ ആളുകളെ കാണാമായിരുന്നു എന്ന് സലിംകുമാർ പറഞ്ഞത് നോക്കുമ്പോൾ, അന്ന് വായനശാലയിൽ പോകുമ്പോൾ ഒരു പുസ്തകവും കയ്യിൽ പിടിച്ച് അപ്പുറം ഇപ്പുറമുള്ള ആൾക്കാരോട് വർത്താനം പറഞ്ഞ് ഫുൾ സമയം കളഞ്ഞ് ഒരു പുസ്തകവും വായിക്കാതെ തിരിച്ചു പോയിട്ടുള്ള ആളുകളുണ്ടാവും. ഇതേ വായനശാലയിൽ വായിക്കാൻ വേണ്ടി മാത്രമായി വന്നിട്ടുള്ള ആളുകളുണ്ടാവും. അതിൽ ഈ എൻ്റർടൈൻമെൻറ്റ് വായനയുള്ള ആളുകളുണ്ടാവും, പഠനവുമായി ബന്ധപ്പെട്ടുള്ള വായനയുള്ള ആളുകളുണ്ടാവും, ചിലർക്ക് എഴുതാനുള്ള ഒരു ത്വര കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ വായിക്കുന്നുണ്ടാവും. ഇങ്ങനെ പല രീതിയിൽ വായനശാലയിൽ വന്നു പോയിട്ടുള്ള ആളുകളുണ്ട്. അവരിൽ എത്ര പേർ പുസ്തകത്തെ സീരിയസ് ആയി നോക്കിക്കണ്ടു എന്നുള്ളത് കൊണ്ട് നമ്മൾ അത്രയും ആളുകളെയും ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നില്ലല്ലോ. ഏതാണ്ട് അതേ പരിപാടിയാണ് സലിംകുമാർ ഇവിടെ സ്റ്റേജിൽ നിന്നിട്ട് ചെയ്യുന്നത്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ ഇവർക്ക് പ്രധാനമന്ത്രിക്കില്ലല്ലോ ഇത്രയും തിരക്ക്, പിന്നെ ഇവർക്ക് എന്താ ഇത്ര തിരക്ക്? അവർക്ക് അവരുടെ കാര്യങ്ങൾ ഉണ്ടാവുന്നേ. പണ്ട് വായനശാലയിൽ പോയി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂട്ടുകാരിയോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഇന്നൊരു പെൺകുട്ടിക്ക് മൊബൈൽ ഫോണിലൂടെ അവളും ഇപ്പുറത്തെ സൈഡിലുള്ള ആൾ ഒരു യാത്രയിലായിരിക്കാം, ചിലപ്പോൾ ജോലി സ്ഥലത്തേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ ഒക്കെ പോകുന്നതായിരിക്കും, പഠിക്കാൻ പോകുന്ന കുട്ടികളായിരിക്കാം. അവരുടെ കൂട്ടുകാരി മറ്റൊരിടത്ത് വേറൊരു കാര്യത്തിൽ തിരക്കിലായിരിക്കും. അപ്പോൾ ആ കൂട്ടുകാരിയോട് സംസാരിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇതെന്താണെന്നറിയോ, ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നൊരു ടാഗ് അവിടെ വന്ന് വീഴുന്ന സമയത്ത് നമ്മളെപ്പോഴും ഈ സംസ്കാരം അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഏറ്റവും മുന്നിൽ നിൽക്കേണ്ട, ആൺപിള്ളേർ പഴച്ചു പോയാലും കുഴപ്പമില്ല, അത് പഴയൊരു പഴഞ്ചൊല്ലാണ്. ആണുങ്ങൾക്ക് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കാലിൽ ചളി പറ്റുന്ന പോലെ തൊട്ടപ്പുറത്ത് വെള്ളം കാണുമ്പോൾ കഴുകി കളഞ്ഞിട്ട് പോകാം. പക്ഷേ പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെയല്ല. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണ് കഴിഞ്ഞാലും ഇലയ്ക്കാണ് കേട് എന്ന് പറഞ്ഞ് പെൺകുട്ടിയെ ഇലയാക്കി മാറ്റാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഈ സാംസ്കാരിക മണ്ഡലത്തിൽ സംരക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് സംരക്ഷിച്ച് പിടിക്കേണ്ട ഒരു സംഭവമായി പെൺകുട്ടിയെ പറയുകയും അവളെ ലിമിറ്റ് ചെയ്യുകയും അവളുടെ ദേഹത്ത് കൺട്രോൾ കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്ന അതൊരു സെക്സിസ്റ്റ് പരിപാടിയാണ്. ഇതിന് ശേഷമുള്ള സലിംകുമാറിൻ്റെ പ്രസംഗം ഈ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇപ്പുറത്തുള്ളത് ചേർത്ത് വെച്ചാൽ ഇതിൽ ഈ പറയുന്ന സെക്സിസ്റ്റ് പരിപാടി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പോലും ആ പ്രസംഗത്തിൽ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പോർഷനിൽ ഈ പെൺകുട്ടികളെ ചട്ടം പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ആൺകുട്ടികളും ഇതേ കാര്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് പെൺകുട്ടികളെ എടുത്തു പറഞ്ഞു എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഒരൊറ്റ പെൺകുട്ടി പോലും, അതെന്താ പെൺകുട്ടി ആയാൽ മാത്രമേ ഫോൺ നോക്കുന്ന ഒരു പ്രശ്നമാകുന്നുള്ളൂ? ആൺകുട്ടികളാകുമ്പോൾ അവർക്ക് എന്തെങ്കിലും ജോലിയും തിരക്കൊക്കെ ഉണ്ടാവും എന്നാണോ ഉദ്ദേശിക്കുന്നത്? പെൺകുട്ടികൾ അവരാരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഒന്നും ആൾക്കാരോട് സംസാരിക്കാതെ ഒതുങ്ങി ജീവിക്കേണ്ടവരാണ് എന്ന് പറയുന്ന ഒരു ചിന്തയുടെ റിഫ്ലക്ഷൻ ആണോ അത്? അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സലിംകുമാർ ഈ പറയുന്ന ഒരൊറ്റ സെൻറ്റൻസിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇതിലൊരു പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ സലിംകുമാർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാ, നമ്മുടെ പെൺകുട്ടികളൊക്കെ എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾക്കൊരു ചിന്ത സ്പോട്ടിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ സംഭവം വളരെ സിമ്പിളാണ്. ആൺകുട്ടികൾ പഠിച്ചു വച്ചിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ ആൺകുട്ടികളുടെ അമ്മമാരോ ചേച്ചിമാരോ അമ്മായിമാരോ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജാണ്. അതായത് ഒരാൺകുട്ടി പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഇന്ന കാര്യങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവരെ ട്രീറ്റ് ചെയ്തിട്ടുള്ള അവരെക്കാൾ മുതിർന്ന പെൺകുട്ടികളിൽ നിന്നായിരിക്കും. പക്ഷേ കാലം മാറി. അതായത് ഒരു 10 വർഷമോ 20 വർഷമോ മുൻപ് ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത് പോലെയല്ല ഇന്നൊരു പെൺകുട്ടി ചിന്തിക്കുന്നത്. അവളുടെ സൗഹൃദങ്ങളെ അവർ നോക്കിക്കാണുന്നത്, അവരുടെ ജീവിതത്തെ നോക്കിക്കാണുന്നത്, ഈവൻ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വരുമ്പോഴാണെങ്കിലും, അതായത് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കുറേ കൂടി വൈഡറായിട്ടുള്ള ഒരു സ്പേസിലേക്കാണ് ഒരു പെൺകുട്ടിക്ക് ഇന്ന് നോക്കാൻ സാധിക്കുന്നത്. അതിനനുസരിച്ച് തന്നെ നിയന്ത്രിക്കാനും തന്നിലേക്കുള്ള ശ്രമങ്ങളെ നിയന്ത്രിക്കാനും ഒക്കെ അവൾക്ക് പറ്റുന്നുണ്ടാവുള്ളൂ. അതിനും കൂടി ട്രെയിൻഡ് ആവുന്നുണ്ടാവുമല്ലോ. പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയെ കൂടി നമ്മൾ കാണണം, ഇന്നിൻ്റെ പെൺകുട്ടിയെ കൂടി നമ്മൾ കാണണം. അത് കാണണമെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സലിംകുമാറിന് ഒരു 10-18 വയസ്സുള്ള ഒരു മകളുണ്ടായിരുന്നു എങ്കിൽ ഈ പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോഴേ അവൾ ചോദിക്കും, നിങ്ങളെന്ത് വർത്താനമാണ് അവിടെ പോയി വിളിച്ച് പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു ചിന്ത അയാൾ വീട്ടിൽ പങ്കുവെക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ മോളും ഫുൾ ടൈം ഫോണിലാണല്ലോ, ഇവർക്ക് എന്തേ സംസാരിക്കാനുള്ള മോളെ, എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അവളൊരു ക്ലാസ് എടുത്ത് കൊടുത്തേനെ. അങ്ങനെയാണെങ്കിൽ പൊതുമണ്ഡലത്തിൽ വന്ന് ഇങ്ങനൊരു കാര്യം സലിംകുമാർ വിളിച്ച് പറയില്ലായിരുന്നു. പറയുകയാണെങ്കിൽ തന്നെ അതൊരു പൊതുവായ കാര്യം പോലെ ആയിരിക്കും അവതരിപ്പിക്കുന്നുണ്ടാവുക. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഇന്നിൻ്റെ പെൺകുട്ടികളെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾ പഠിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇമേജാണ്. ആ ഇമേജിനൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു യാത്രയുണ്ട് ആക്ച്വലി. അതായത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഇരുന്നു എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന പെൺകുട്ടി. അതിന് മുമ്പ് പുറത്തിറങ്ങി പണിയെടുക്കുന്നവരുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പുറത്തിറങ്ങുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പോകാൻ പേടി, അത് ചെയ്യാൻ പേടി, ഇത് ചെയ്യാൻ പേടി, എല്ലാത്തിനും ഒരു ആൺകുട്ടി വേണം എന്ന് പറയുന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നു. അവിടുന്ന് പതുക്കെ അവർ പുറത്തേക്ക് വരുന്നു. പയ്യെ മറ്റേ 2 കാലും സൈഡിലിട്ടിട്ട് എങ്ങനെയെങ്കിലും ബാലൻസ് ചെയ്ത് സ്കൂട്ടർ ഓടിക്കാൻ പഠിക്കുന്നു, പിന്നെ കാർ ഓടിക്കാൻ പഠിക്കുന്നു, കഷ്ടപ്പെട്ട് അവരെങ്ങനെയെങ്കിലും ഒരു ജോലി എങ്ങനെയെങ്കിലും ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു യാത്ര ഉണ്ടല്ലോ നമ്മൾ ഈ സിനിമയിലും സീരിയലുകളിലും ഒക്കെ നമ്മുടെ സാമൂഹികമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു യാത്രയെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ സിനിമകൾ എടുത്ത് നോക്കിക്കോളൂ. ആ യാത്ര 2020 വരുമ്പോൾ ഇവിടെ വെച്ചിട്ട് ഒറ്റ ജമ്പാണ്. ലോക്ക്ഡൗൺ അടക്കമുള്ള കാര്യങ്ങളിൽ മൊത്തത്തിലുണ്ടായ മാറ്റങ്ങളോടൊപ്പം ഇവിടെ നിന്ന് ഒരുപക്ഷെ ഒരു 10-20 വർഷം കൊണ്ട് സംഭവിക്കുമായിരുന്ന ഒരു മാറ്റത്തിനെ 4-5 കൊല്ലം കൊണ്ട്
കുറേ ആളുകൾ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോയി. സ്വാഭാവികമായും അവരെ കാണുമ്പോൾ അയ്യോ ഇത് എന്തായിട്ട് എന്താ ഞാൻ ഈ കാണണേ എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്തയുണ്ടാകും. അതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇന്നിൻ്റെ പെൺകുട്ടികളെ നമുക്കറിയാൻ പറ്റണം. സുഹൃത്തുക്കളായോ സഹോദരിമാരായോ കാമുകിയായോ ഭാര്യയായോ ഒക്കെ അങ്ങനെ ഒരാൾ കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാവുമ്പോഴാണ് അതിലിപ്പോൾ എന്താ നിങ്ങൾക്കെന്താ ഇതിൽ കുഴപ്പം എന്ന് പറയുന്ന ഒരു മറുചോദ്യം ചോദിക്കാൻ നമുക്ക് തോന്നുക. കാരണം ഇവരുടെ ഭാഗം എന്താണെന്നുള്ളത് അവർക്കേ അറിയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ മനസ്സിലാക്കുള്ളൂ. പിന്നെ ഇതൊന്നും നമ്മളെ മനസ്സിലാക്കിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ ജീവിതം അവർ ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ചോദിക്കാൻ ചെന്നാൽ പോയി പണി നോക്ക് എന്ന് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. എല്ലാവരും ഒരാൾ വിളിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ, ഇത് വരുന്ന ഞാൻ എല്ലാം ചെക്ക് ചെയ്തു. എന്താ പറയുക, ഇവിടെ ഇത് ഭയങ്കര അമ്മാവൻ പരിപാടിയായി മാറുന്ന ഒരു കാര്യമാണ്. 1-2 പിള്ളേരാണെങ്കിൽ പോട്ടെ, കുറേ പിള്ളേരാകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അല്ലെങ്കിൽ 1-2 പിള്ളേർ നിങ്ങളുടെ ക്ഷമ ആരാണ് ഇവിടെ ചോദിച്ചത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതായത് നമുക്ക് കണ്ട് ശീലമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ അവരെന്തോ അപകടകരമായ കാര്യം ചെയ്യുകയാണ് എന്നൊരു തോന്നൽ ഉള്ളിൽ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ വാട്സപ്പിലൊക്കെ വരുന്ന ഫോർവേഡുകളൊക്കെ ഉണ്ടല്ലോ, പെൺകുട്ടികൾക്ക് മൊബൈൽ ഫോൺ കിട്ടിയാൽ മൊബൈൽ ഫോണിലൂടെ സൗഹൃദങ്ങൾ ഉണ്ടാക്കി പെൺകുട്ടി അത് ചെയ്തു ഇത് ചെയ്തു, ഇതേപോലെ അബദ്ധത്തിൽ ചെന്ന് ചാടുന്ന ആൺകുട്ടികളുടെ വാർത്തകളുണ്ട്. പക്ഷേ നമ്മൾ അതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. അപ്പോൾ ഈ പെൺകുട്ടികളെ ഇങ്ങനെ നമ്മളെന്തോ പൊതിഞ്ഞു പിടിക്കണം, സംരക്ഷിച്ച് പിടിക്കണം എന്ന് പറയുന്ന തോന്നൽ പണ്ട് മുതലേ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് ഈ പറയുന്ന പ്രൊട്ടക്ടർ ഉണരുന്നതിൻ്റെയും കൂടിയാണ്. എന്നിട്ട് 1-2 ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. നിങ്ങളുടെ ക്ഷമ ആരാണ് ഇവിടെ ചോദിച്ചത്? ഇതുണ്ടല്ലോ, ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകൾ വന്നു പോകുന്ന ബീച്ച്, ആ ബീച്ചിൻ്റെ പരിസരത്ത് പണിയൊന്നുമില്ലാതിരിക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളെ എടുത്ത് നോക്കും. 1-2 പിള്ളേർ കുറച്ച് സമയമൊക്കെ ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. ഇത് എത്ര സമയമായി നിൽക്കുന്നത്? അവരുടെ സമയം ജഡ്ജ് ചെയ്യാൻ നിങ്ങളാരാണ്? അതൊരു പൊതു സ്ഥലമല്ലേ? അതേ സാധനമാണ് ഈ പറയുന്ന ഒരു സിംഗിൾ സാധനത്തിലുള്ളത്. 1-2 ആണെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. നിങ്ങളുടെ ക്ഷമ ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നില്ല, ഈ ഫോണില് ഓണടിക്കുന്ന മാറും. ദാറ്റ്സ് എ റിയൽ ഇഷ്യൂ. ദാറ്റ്സ് എ വെരി സീരിയസ് ഇഷ്യൂ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കാൽനട യാത്രക്കാർ നടത്തുന്ന റോഡിലെ പരാക്രമങ്ങൾ ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമായി തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ബേസിക് സിവിൽ സെൻസാണ്. അതായത് ഞാൻ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഞാനിങ്ങനെ ഒരു റോഡ് ഒരു സൗകര്യമാണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സൗകര്യമാണ്. റോഡ് സൗകര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ മനസ്സിലാക്കി നോക്കൂ. റോഡെന്ന് പറയുന്ന സൗകര്യത്തിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അവിടെ പാലിക്കേണ്ട മര്യാദകളുണ്ട്. ആ മര്യാദകൾ പാലിക്കപ്പെട്ടില്ല എങ്കിൽ തിരിച്ചും ചിലപ്പോൾ മര്യാദകേടുകൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. തിരിച്ച് മര്യാദകേട് കാണിക്കാനുള്ള ഒരു ലൈസൻസ് ഒന്നുമല്ല അവർ മര്യാദ കാണിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളത്. എന്നാൽ പോലും റോഡ് പോലെ കൃത്യമായ റൂൾസ് അനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തിനെ, ആ സൗകര്യത്തിനെ നിങ്ങൾ കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവനവൻ മാത്രമല്ല ബാക്കിയുള്ളവർക്കും അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സീബ്ര ക്രോസിംഗ് ലൈൻ ഉണ്ട് എന്നുള്ളത് ഫോൺ ചെവിയിൽ വെച്ച് 2 സൈഡ് നോക്കാതെ ചാടി ഇറങ്ങാനുള്ള ഒരു സ്ഥലമല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കണം. അതും ഒരു 4 വീലറെങ്കിലും ഓടിക്കാൻ പഠിക്കണം. കാരണം അപ്പോഴാണ് മനസ്സിലാവുക ഈ വിസിബിലിറ്റി എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന്. എന്ന് വെച്ചാൽ ഡ്രൈവറുടെ വിസിബിലിറ്റി. കാറിനകത്തിരിക്കുന്ന ഒരു ഡ്രൈവർ ഒരു ബോധവും ഇല്ലാതെ ഫോൺ ചെവി വെച്ച് റോഡിലേക്ക് ചാടുന്ന ഒരാളെ കാണണമെന്ന് നിർബന്ധമില്ല. അയാൾ ചിലപ്പോൾ ദൂരേക്കുള്ള ഒരു വിഷനായിരിക്കും, സൈഡിൽ നിന്ന് വരുന്ന വണ്ടികളെക്കുറിച്ച് ആലോചിക്കണം, കൃത്യമായി റോഡിലെ ലൈൻ കീപ്പ് ചെയ്താണോ പോകുന്നത്, സിഗ്നൽ വല്ലതും ഉണ്ടെങ്കിൽ അത് വീണിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരാൾ പോകുന്നത്. അയാളുടെ വിസിബിലിറ്റിയിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ആ ഓവർടേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയുടെ ഡ്രൈവർ നമ്മളെ കണ്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. പുള്ളിക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അപകടത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ഓവർടേക്ക് ചെയ്യാനുള്ള സൈഡിലേക്ക് വെട്ടിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾ ആ സാഹചര്യത്തിനെ ഒഴിവാക്കണമെങ്കിൽ അയാൾ അറിയണം നമ്മളിവിടെ ഉണ്ട് എന്നുള്ളത്. ഇത് വണ്ടി ഓടിക്കുന്നവർ പോലും പരസ്പരം പാലിക്കാത്ത കാര്യമാണ്. എപ്പോഴും വിസിബിലിറ്റി ഇത്രയും ആലോചിക്കുക. റോഡിലുള്ള മറ്റുള്ള വാഹനം ഓടിക്കുന്ന ആളുകളും നമ്മളെ കാണണം നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ. കാരണം അത് മെക്കാനിക്കലായിട്ടുള്ള ഒരു സാധനമാണ്, ഒരു മെഷീനാണത്. നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ഒരു സാധനമൊന്നുമില്ല. ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ബ്രേക്ക് അപ്ലൈ ആവാനുള്ള ഒരു സമയമൊക്കെ ഉണ്ട്. പിന്നെ റോഡിൽ ഇത്ര സ്പീഡിൽ പോകാനുള്ള സ്വാതന്ത്ര്യം വാഹനങ്ങൾക്കുണ്ട്. അപ്പോൾ അവർ ആ സ്പീഡിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി ഒത്തിരി കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും പോകുന്ന ആൾക്കാരുടെ മുന്നിലേക്കാണ് ഞാൻ ചാടും എന്ന് പറഞ്ഞ് എടുത്തങ്ങ് ചാടുന്നത്. അതത്ര നല്ലൊരു പരിപാടിയൊന്നുമല്ല. ചില ആൾക്കാർ ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങളെ ഒന്നും നോക്കൂല, നേരെ വലത്തോട്ട് നോക്കിയിട്ട് ഒരൊറ്റ നടപ്പാ. എന്തോ ഭാഗ്യം കൊണ്ട് അപ്പുറത്ത് എത്തുന്നതാണ്. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർ ഈ ബോധമില്ലാത്തവെന്ന് പറഞ്ഞ് അവരുടെ അച്ഛനെയും അമ്മയൊക്കെ സ്മരിച്ച ശേഷമാണ് ബ്രേക്ക് ഔട്ടുന്നത്. ഇതൊക്കെ ബേസിക് സെൻസാണ്. നമ്മളൊരു സൗകര്യത്തിനെ ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മൾ പാലിക്കേണ്ട മര്യാദ. എന്തുകൊണ്ടാണ് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സർട്ടൻ കാര്യങ്ങൾ പാലിക്കുന്നത്? കാരണം ട്രെയിനിൽ ആ മര്യാദ നമ്മൾ പാലിക്കണം. ആ സൗകര്യം ഉപയോഗിക്കാൻ നമ്മൾ പണം കൊടുത്തിട്ടുണ്ട്, ശരിയാണ്. നമുക്കത് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്, ശരിയാണ്. പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം മര്യാദയുണ്ട്. റോഡ് എന്ന് പറയുന്ന സൗകര്യത്തിന്
അത് നമ്മുടെയും കൂടി ടാക്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണ്. ആ പറയുന്ന നിയമങ്ങൾ നമുക്കും പ്രൊട്ടക്ഷൻ തരുന്ന നിയമങ്ങളൊക്കെയാണ്. പക്ഷേ അവിടെ നമ്മൾ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ആ മര്യാദ പാലിക്കാതെ ഫോൺ ഉപയോഗിക്കുന്ന ഒരുപാട് അനവധി ആളുകളുണ്ട്. അതിൽ വളരെ യങ്ങായിട്ടുള്ള ആളുകളാണ് ഞാനും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇത് യങ്സ്റ്റേഴ്സിൻ്റെ മെക്കിട്ട് കയറാനുള്ള ഒരു കാരണമായി മാറുന്നില്ല. ഞാൻ ഇനി പറയാൻ പോകുന്നത് എൻ്റെ ചില ഒബ്സർവേഷൻസ് ആണ്. നിങ്ങൾക്ക് യോജിക്കാതിരിക്കാം, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഡിവൈസ് ഒരു പക്ഷേ ആൺ പെൺ വ്യത്യാസമില്ലാതെ നമ്മളെ ഒരുപാട് ഘട്ടങ്ങളിൽ സേവ് ചെയ്യുന്നൊരു ഡിവൈസാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് പരിചയമില്ലാത്ത, എനിക്ക് ആഗ്രഹമില്ലാത്ത, എനിക്ക് താല്പര്യമില്ലാത്ത തുറിച്ചു നോട്ടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഒരു പക്ഷേ സംസാരിക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷനുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നൊരു ഡിവൈസാണ് ഫോൺ. പെട്ടെന്ന് ഫോൺ എടുത്ത് ഹലോ ഈ ഫോൺ ചെവിയിൽ വെച്ച് അങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഒരു വലിയ ലക്ഷണം എന്ന് പറഞ്ഞാൽ അവർ ഹെഡ്ഫോൺസ് വെക്കില്ല. ഞാൻ അല്ലാതെയുള്ള ഇപ്പോൾ ഞാൻ വീട്ടിലിരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ഫോൺ കോൾസ് വരുമ്പോൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ടാണ് ഫോണിൽ കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ സ്പീക്കർ ഫോണിലാണ്. പക്ഷേ പുറത്തിറങ്ങുമ്പോൾ ഞാൻ ഈ സാധനം ഇങ്ങനെ വെക്കുള്ളൂ. ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് വേറെ ആരും അങ്ങനെ എന്നെ നോക്കിക്കഴിഞ്ഞാലും എന്നെ അത് ബാധിക്കാത്തതുപോലെ തോന്നും. മാത്രമല്ല ലൈവായിട്ട് അപ്പുറത്തൊരാളുണ്ട്, നമ്മളുമായിട്ട് വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഇൻ കേസ് നമുക്കൊരാവശ്യത്തിന് വേണമെങ്കിൽ മച്ചാനെ എന്ന് പറഞ്ഞ് പറയാവുന്ന അത്രയും നമ്മൾ കണക്റ്റ് ആയിട്ടുള്ള ഒരാൾ അപ്പുറത്തെ സൈഡിൽ ലൈവായിട്ട് നമുക്കൊപ്പമുണ്ട് എന്ന് പറയുന്നൊരു കോൺഫിഡൻസും കൂടി മൊബൈൽ ഫോൺ തരുന്നുണ്ട്. പെൺകുട്ടികൾ കൂടുതൽ പുറത്ത് ഫോൺ ഉപയോഗിക്കുന്നത് കണ്ടു എന്ന് സലിം കുമാർ പറയുമ്പോൾ, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ഉണ്ടാവും എന്ന് പറയുന്ന ഒരു കാര്യം പറയുമ്പോഴും ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ട ഒരു സാമൂഹ്യ അവസ്ഥയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആൺകുട്ടി രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഒരുപക്ഷെ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടാവും. അവളെ തേടി വരുന്ന, അവളൊരിക്കലും ആഗ്രഹിക്കാത്ത നോട്ടങ്ങളും കമൻറ്റുകളും ഒക്കെ ഉണ്ടാവും. തൊട്ടടുത്തൊരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സാഹചര്യം കൊണ്ടും ചിലപ്പോൾ ആരെങ്കിലും ഇതുപോലെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചേക്കാം. അതുപോലെ നിങ്ങളൊരു ജോലിക്ക് പോകുന്ന വീട്ടമ്മയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അവർ ജോലി സ്ഥലത്ത് ഫോൺ ഉപയോഗിക്കാനുള്ള വകുപ്പൊന്നും ഉണ്ടാവില്ല, അവിടെ അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളും കൂടി ചെയ്യണം. നമ്മൾ ഈ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതിനെ പ്രൊമോട്ട് ചെയ്ത് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ പുറത്ത് ജോലിക്ക് പോയി അത് കഴിഞ്ഞ് വീട്ടിലെ ജോലിയും ഇതേ സ്ത്രീ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം എന്ന് പറയുന്ന അമിത ഭാരം അവരിലേക്ക് വരുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ചെയ്യാൻ ഒരുപാട് ജോലികളുണ്ട്. ഇതിനിടയിൽ സമാധാനമായി അല്ലെങ്കിൽ സ്വസ്ഥമായി മറ്റ് ജോലി തിരക്കുകൾ ചെയ്തു തീർക്കേണ്ട കടമകളുടെ തിരക്കുകളില്ലാതെ സംസാരിക്കാൻ പറ്റുന്നൊരു സമയം ഇതുപോലെ ട്രാവൽ ചെയ്യുന്നൊരു സമയത്തായിരിക്കാം. അതിന് ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ മൊത്തം സാമൂഹ്യ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം. അതുപോലെ ഒരു പെൺകുട്ടി വീട്ടിലിരുന്ന് ഫോണിൽ സംസാരിക്കുമ്പോൾ സലിം കുമാർ ചോദിച്ചതുപോലെ തന്നെ എന്താണ് ഇത്ര നേരം സംസാരിക്കാനുള്ളത്, പ്രധാനമന്ത്രിക്ക് പോലും ഈ തിരക്കില്ലല്ലോ എന്ന് ചോദിക്കുന്ന വീട്ടുകാരുണ്ടാകുമ്പോൾ സ്വന്തം സുഹൃത്തുക്കളോട് തന്നെ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് തന്നെ സ്വസ്ഥമായി സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റുന്നത് വീട് വിട്ടിറങ്ങി ഫോണിലായിരിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നമ്മുടെ സാമൂഹ്യ അവസ്ഥയ്ക്ക് കൂടി മാറ്റം ഉണ്ടാകുമ്പോഴാണ് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ മാറ്റത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ആ ചെറിയ വഴികളിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചിട്ട് പോയി. അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് സംസ്കാരം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സംസ്കാരം പഠിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു നല്ല പൗര സംസ്കാരം എന്നുള്ള ഒരു ആംഗിളിലാണെങ്കിൽ അത് കറക്റ്റായിരുന്നു എന്നാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴാണ് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഫീൽ ചെയ്യുന്നത്. പുതിയ ആളുകൾ കേരളത്തോട് പരമപുച്ഛം. അവർക്ക് ഇവിടെ വിട്ടുപോകാനാണ് താല്പര്യം. പഠിക്കുന്ന എല്ലാവരുടെ ലക്ഷ്യം UK, അമേരിക്ക, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാനാണ്. സ്വന്തം നാട്ടിൽ നിൽക്കാൻ താല്പര്യമില്ല. PSC പരീക്ഷകൾ എഴുതാൻ താല്പര്യമില്ല. ഇതൊക്കെ സലിം കുമാർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതെന്തോ ഒരു കുഴപ്പമായിട്ടാണ് പറയുന്നത്. അതായത് ഈ യങ്സ്റ്റേഴ്സൊക്കെ എന്താ ഇങ്ങനെ, അവർക്ക് എല്ലാവർക്കും നാട് വിട്ട് പുറത്തു പോകണമെന്നാണ് ആഗ്രഹം, PSC പരീക്ഷ എഴുതാൻ ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് PSC പ്രക്ഷോഭം നടക്കുന്ന പറഞ്ഞത്. അപ്പൊ ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു PSC പരീക്ഷ തരാമെന്ന് പറഞ്ഞു. എന്തിന്? അപ്പൊ എനിക്ക് വിഷമം വന്നപ്പോഴും ഇന്നത്തെ പത്രവാർത്ത കണ്ടപ്പോ എനിക്ക് അവരുടെ തീരുമാനം നല്ലതെന്ന്. സലിം കുമാർ ഒരു സിനിമ അഭിനേതാവാണ്. PSC പരീക്ഷ എഴുതിയിട്ടല്ല പുള്ളി രക്ഷപ്പെട്ടത്. എന്നിട്ടും പുള്ളി മക്കളോട് PSC പരീക്ഷ എഴുതാനാണ് പറയുന്നത്. പുള്ളിയുടെ മനസ്സിൽ കിടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഒരു ജോലി, കൃത്യമായ വരുമാനം, ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ആ ഒരു സാധനം, അതിനൊക്കെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ആളുകൾ മാറുന്നുണ്ട്. ഗവൺമെൻറ് ജോലിക്ക് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട്, അവിടേക്ക് എത്തിപ്പെട്ടിട്ട് ജീവിതം നന്നാവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എല്ലാവരുടെയും ലക്ഷ്യം അതല്ല. എന്നാലും നമ്മുടെ നാട്ടിലെ കുറച്ച് പ്രായമായിട്ടുള്ള ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് എല്ലാവരും PSC പരീക്ഷയ്ക്ക് നീ പ്രിപ്പയർ ചെയ്യണം. എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എൻ്റെ ഒരു മാമൻ ഭയങ്കര നിർബന്ധം, ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട്. ആ ടെസ്റ്റ് എഴുതി കിട്ടുന്ന സാലറിനേക്കാൾ കൂടുതൽ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയാൽ എനിക്ക് ഇതിനേക്കാൾ നല്ല സാലറിയിൽ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറാൻ പറ്റും. പക്ഷേ പുള്ളി പറയണത് അതിനതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ആ ഗുണങ്ങളേക്കാൾ കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. എൻ്റെ പ്രിഫറൻസുകളാണ് എനിക്ക് പ്രധാനം. പക്ഷെ എന്നാലും നിർബന്ധിക്കുക എന്ന് പറയുന്നത് അതൊരു അമ്മാവൻ പരിപാടിയാണ്. PSC പരീക്ഷ CPO റാങ്ക് ലിസ്റ്റ് വന്ന പെൺപിള്ളേര് കർപ്പൂരം കത്തിക്കുന്നു. സാധാരണ ശബരിമലയിലൊക്കെ ചെന്ന്
സലിംകുമാർ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. ഇവിടെ സമരം നടക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെതിരെ കൂടിയാണല്ലോ. അപ്പോൾ ഈ പറയുന്ന PSC റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല, ആളുകൾ പഴനിയിലും മറ്റും ചെയ്യേണ്ടി വരുന്ന പൂജയും കാര്യങ്ങളും സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ ചെയ്യേണ്ട ഒരു ദുരവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് അദ്ദേഹം ഹാസ്യരൂപേണ അവതരിപ്പിക്കുകയാണ്. ഹാസ്യരൂപേണ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്ക് പരിഹാസ രൂപേണ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യ രൂപേണ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഈ മൊത്തം ഭാഷയിൽ ഈ യങ്സ്റ്റേഴ്സിനോടുള്ള കമ്മ്യൂണിക്കേഷനിൽ എനിക്ക് വന്നു പോകുന്നു എന്ന് തോന്നുന്ന ഒരു പ്രശ്നമായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം ഇതാണ്. ഈ ഭാഷയിൽ സംസാരിക്കുന്നത് ഒരു 90s കിഡ്സ് വരെയുള്ളവർക്ക് അതിനെ ആ ഒരു സെൻസിൽ അല്ലെങ്കിൽ ആക്ഷേപഹാസ്യം നമ്മളൊക്കെ കേട്ട് വളർന്നിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ ഏറ്റവും പുതിയ ജനറേഷനെ അവരെ കളക്റ്റീവായി എടുത്തു വെച്ചിട്ട് വിമർശിക്കുമ്പോൾ ഈ ഭാഷ ഉപയോഗിക്കുന്നത് അത്ര ഒരു നല്ല കാര്യമായിട്ട് അവരെ നല്ല ഏത് ജനറേഷനെ ആണെങ്കിലും, ഇപ്പോൾ കുറച്ച് പ്രായമായ ആളുകളെ എല്ലാവരെയും കൂടി എടുത്തു വെച്ചിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പരിഹാസ രൂപേണ ആക്ഷേപ രൂപേണ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹാസ്യത്തിൻ്റെ മെമ്പൊടി ഉണ്ടെങ്കിലും അത് ഏറ്റെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ PSC പരീക്ഷ മകനെ എഴുതിക്കൂടെ എന്നുള്ള ചോദ്യമൊക്കെ ഞാൻ ചോദിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് PSC പരീക്ഷ പ്രശ്നം നടക്കുന്നത് പുള്ളി ഓർത്തത്. പിന്നെ നമുക്ക് അതും കൂടി പറയണമല്ലോ. പഴനിയിലും ശബരിമലയിലും തിരുപ്പതിയിലൊക്കെ ചെയ്യേണ്ട വഴിപാടൊക്കെ സെക്രട്ടേറിയറ്റിന് മുമ്പിലാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു നന്നായി, അവരിഷ്ടമുള്ള തൊഴിൽ പോട്ടെ. അപ്പോൾ പ്രശ്നമില്ല, PSC പരീക്ഷ എഴുതാത്തതിൽ പ്രശ്നമില്ല. കാരണം മക്കളോട് ചോദിച്ചപ്പോൾ അവർക്ക് താല്പര്യമില്ല എന്നുള്ളത് മനസ്സിലായി. PSC പരീക്ഷ എഴുതിയ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് മനസ്സിലായി. അപ്പോൾ അതൊരു വിഷയമല്ല എന്നായി. അപ്പോൾ സംസ്കാരം എന്ന് പറയുന്നത് കുട്ടികൾക്ക് അറിയില്ല, അത് സംസ്കാരമാണ്. ഇതിൽ എവിടെയാണ് സംസ്കാരത്തെക്കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു കൗണ്ടർ അടിച്ചു, 2 കൈയടി. സകലമാന കുട്ടികളും ഏകദേശം 50% കുട്ടികളും മയക്കുമരുന്നിന്റെ അടിമപ്പെട്ട് കഴിഞ്ഞു. എന്ത് കണക്കാണിത്? എവിടെ നിന്നുള്ള കണക്കാണിത്? എനിക്കറിയില്ല കേട്ടോ. കേരളത്തിലെ ഇപ്പോൾ നിലനിൽക്കുന്ന വിദേശത്ത് പോയിട്ടില്ലാത്ത 50% വരുന്ന ആ കുട്ടികളും ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞു. 50% അല്ലാത്തവന്മാരൊക്കെ നാട്ടിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. നാട്ടിൽ നിന്ന് പോയാൽ പിന്നെ നല്ല വിത്തുകളൊന്നും ഇവിടെ ഉണ്ടാവില്ല. കുറച്ചാലും കയറ്റുണ്ടെങ്കിൽ ആ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എന്താണെന്നറിയോ, കുറേ ആൾക്കാർ നാട് വിട്ട് പോയിക്കൊണ്ടിരിക്കുക. നാട് വിട്ട് പോകുന്നത് എന്തിനാന്ന് പറയുന്ന ചോദ്യം പുള്ളി ആദ്യം ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് നല്ലവരൊക്കെ പോയിക്കൊണ്ടിരിക്കുക, ഇവിടെ ഉള്ളതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്ത് പരിപാടിയാണ്? അപ്പോൾ നാട്ടിൽ നിൽക്കാൻ തീരുമാനിച്ചവരൊക്കെ ലഹരിക്ക് അടിമപ്പെട്ട് ഒക്കെ കയ്യിൽ നിന്ന് പോയ കേസുകളാണെന്ന് എന്താ ഇത്? സ്വന്തം അമ്മ കൊച്ചിന്റെ മേത്ത് MDMA പാക്കറ്റാക്കി ഒട്ടിച്ച് വെക്കാൻ വേണ്ടി അതുവരെ എത്തിയത് നമ്മുടെ കേരളം. എത്ര കൊലപാതകങ്ങളാണ് ഈ കഞ്ചാവ് കുറിച്ചിട്ട്. ഈ താമരശ്ശേരിക്ക് എടുത്ത ആ ഗ്രാമത്തിൽ രണ്ടു പേരാണ് ഒന്നും രണ്ടും മെത്തൻ ചറ വെട്ടി നശിപ്പിക്കുന്ന ഇറച്ചിക്കട കൂടി ഒരു മനുഷ്യനാക്കിയാണ്. ആ തിരുവനന്തപുരത്ത് അഫാത്തോ അങ്ങനത്തെ ഒരു സ്വന്തം അനുജനെയും അമ്മമ്മയുടെ മോനും ഇളയച്ചനെയും ഒരു കാരണമില്ല വലിച്ച് ഈ സാധനം വലിച്ചു അല്ലെങ്കിൽ സാധനം കുടിച്ചു എന്നൊരു. ആ കേസിൽ ലഹരി മാത്രം ആയിരുന്നില്ല, അയാളുടെ ജീവിതം, സാഹചര്യം, വളർന്നു വന്നത്, അയാളുടെ മാനസികാവസ്ഥ, ഒരുപാട് ഘടകങ്ങൾ അതിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിൽ അവര് ശിക്ഷിക്കല്ല വേണ്ടത്, അവരെ ശിക്ഷിച്ചാ തലമുറ ഇല്ലാതാക്കല്ല, അവരെ നല്ല വഴിക്ക് കൊണ്ടുവന്നവര്. അതിന് വലിയൊരു ഒരു വർക്ക് തന്നെയുണ്ട്. അവര് നല്ലൊരു, അല്ലാണ്ട് അവരെ അത് വലിച്ചുപോയി എന്ന രീതിയിൽ അവരെ എക്കാലത്ത് ഒരു കുറ്റവാളികളായിട്ട് മാറ്റരുത്. അവരെ കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് ചെയ്യാവുന്ന രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഒരു ആംഗിൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയ ആംഗിളാണ്. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെ, കൊലപാതകം ചെയ്തിട്ടുള്ള ആളുകളെ, കൊലപാതകത്തിന് നമ്മുടെ രാജ്യത്ത് എന്ത് ശിക്ഷയാണോ ഉള്ളത്, അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് അവൈലബിളായ നിയമം അനുസരിച്ച് അവർ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ശിക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് അവരെ ഇല്ലായ്മ ചെയ്യുകയോ അവരില്ലാതാവുകയോ ചെയ്യണം എന്ന് പറയുന്ന ലക്ഷ്യത്തോടെ ആവരുത്. അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. അവരും തിരിച്ച് ഈ സൊസൈറ്റിയിലേക്ക്, ഈ സമൂഹത്തിന് ഗുണകരമാവുന്ന രീതിയിൽ മാറി വരേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതും കൂടി പരിഗണിച്ചിട്ടായിരിക്കണം ഈവൻ ശിക്ഷയാണെങ്കിലും നാട്ടുകാർ ഇതിനെ ഡീൽ ചെയ്യുന്ന രീതിയാണെങ്കിലും. പലപ്പോഴും എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു കേസിൽ, ഇപ്പോൾ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കേസിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ അങ്ങ് ഇട്ടങ്ങ് നശിപ്പിച്ച് കളയാണ്. അങ്ങനെ ഒരാളെ പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പോലത്തെ, പണ്ട് സിനിമകളിലൊക്കെ പറയാറുണ്ടായിരുന്നു, ഒരിക്കൽ പട്ടിണി കൊണ്ട് മോഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവനാന്താവൻ കള്ളനാണ് എന്ന് പറയുന്ന പോലെ ചില പേരുകൾ ചാർത്തി കൊടുത്ത് ഉപദ്രവിക്കുന്ന നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്ഥിതിയൊക്കെ ഉണ്ട്. അതിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോയിന്റിൽ എനിക്ക് ഇഷ്ടം തോന്നിയ അല്ലെങ്കിൽ ബഹുമാനമുള്ളൊരു കാര്യമാണ്. പിടിച്ചിട്ട് തൃശ്ശൂർ സാധനം പിടിക്കുന്നത് 5 കിലോ 10 കിലോ 100 കിലോ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചുകൊണ്ടിരിക്കുക. പിടിക്കുന്നതോടും ഈ രാക്ഷസന കൊല്ലുമ്പോൾ രക്തത്തിൽ നിന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും കൂടി നിങ്ങളൊക്കെ മുൻകൈ എടുത്ത് നമ്മുടെ യുവാക്കളെ നല്ല രീതിയിൽ നല്ലൊരു തലമുറയെ ആക്കി വാഴ്ത്തണം. അവിടെയാണ് പ്രശ്നം. എന്താണെന്നറിയും, അത്തരം ഈ പടർന്നു പിടിക്കുന്ന ലഹരിയിൽ നിന്ന് നമ്മൾ നമ്മുടെ യുവതലമുറയെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ സലിംകുമാർ ഇത്രയും നേരം പറഞ്ഞ ഭാഷയ്ക്കൊരു പ്രശ്നമുണ്ട്.
അവിടെയാണ് ഞാൻ ഈ സലിംകുമാറിൻ്റെ സ്പീച്ചിൽ നമ്മൾ ഭാഷ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞത്. ഒരു വലിയ വിഭാഗം ആളുകളെ വളർന്നു വരുന്ന ഒരു പക്ഷേ ഒരു 14 to 18 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയുന്ന കാര്യങ്ങളോട് അതെന്താ അങ്ങനെ എന്ന് തിരിച്ചു ചോദിക്കാനുള്ളൊരു തോന്നൽ വളരെയധികം ഉണ്ടാകുന്ന, പല കാര്യങ്ങളെയും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിനോട് ഒരു തരത്തിലും യോജിക്കാൻ പറ്റാത്ത അങ്ങനെ നിൽക്കുന്നൊരു പ്രായമാണ്. ആ പ്രായത്തിലുള്ള ആളുകൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ പ്രായത്തിലുള്ള ആളുകൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ആക്ഷേപരൂപേണ പറഞ്ഞിട്ടുള്ളത്. അതായത് ആക്ഷേപഹാസ്യം, ഇവരുടെ ഈ ദേമാവേലി കൊമ്പത്ത് ഓണത്തിനിടയ്ക്ക് പൊട്ടി വെച്ചണം, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇതൊന്നും ഒരു സമൂഹത്തിലൊരു മാറ്റം വരിക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഉണ്ടാക്കപ്പെടുന്നതോ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോൾ അതിനെ ആക്ഷേപിക്കുക, അതിലൊരു പുച്ഛിക്കാനുള്ളൊരു എലമെൻറ്റ് കണ്ടെത്തുക, അല്ലെങ്കിൽ പുച്ഛിക്കാനുള്ള എലമെൻറ്റിനെ എടുത്ത് ആളുകളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു ഹാസ്യത്തിൻ്റെ സാധനവും കൂടി കറക്റ്റ് ചെയ്ത് അങ്ങനെ പോവുകയാണ്. ഒരു ആക്ഷേപഹാസ്യ പരിപാടിയാണ്. അപ്പോൾ ഇദ്ദേഹം ഈ സ്പീച്ചിലും ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഇരിക്കുന്നത് ഈ ആക്ഷേപഹാസ്യമാണ്. നമ്മൾ പൊളിറ്റീഷ്യൻസിനെ ആക്ഷേപഹാസ്യത്തിലൂടെ, ഇപ്പോൾ ഇവർ ഒരു വർഷം നടക്കുന്ന മുഴുവൻ കാര്യങ്ങളെ എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് പ്രധാനപ്പെട്ടതാണ് ഇവരുടെ ഒരു കാസറ്റിലൊക്കെ വരിക. പൊളിറ്റീഷ്യൻസിന് തന്നെ അറിയാം അവർ കയ്യിൽ നിന്ന് പോയി ഇരിക്കുകയാണെന്നുള്ളത്. അപ്പോൾ അതിനെ തമാശ രൂപേണ കാണിക്കുമ്പോൾ അതിനെ ചിരിച്ച് ആ ഒരു രീതിയിൽ വിടാനും, പിന്നെ പൊതുപ്രവർത്തകരാണ്, വിമർശനങ്ങൾ ഏത് രീതിയിലും വരും എന്നുള്ള രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ അവർ റെഡി ആയിരിക്കും. പക്ഷേ പുതിയ തലമുറയെ, പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന, ഒരുപാട് സുഹൃത്തുക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഇത് കേൾക്കുന്ന സമയത്ത് ഈ പറയുന്ന ആക്ഷേപം കേൾക്കേണ്ടി വരുന്ന ഒരു 16, 17, 18 വയസ്സിലുള്ള കുട്ടിയെ സംബന്ധിച്ച്, ഒരു യങ്ങർ ഒരാളെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ അവർക്ക് വലുതാണ്. അപ്പോൾ അതിനെ അംഗീകരിക്കാത്ത ഒരു മുതിർന്ന തലമുറ ഇവിടെ ഉണ്ടാകുമ്പോൾ ആ മുതിർന്ന തലമുറ ഇവരെ വേണ്ടതിനും വേണ്ടാത്തതിനും ആക്ഷേപിക്കുകയും അതിനൊരു വലിയ തമാശയായും വലിയ കാര്യമായും സ്വന്തമായി കയ്യടി കിട്ടുന്ന സദസ്സുകളിലൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഈ മുതിർന്ന തലമുറ പറയുന്നതിനെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ യങ്ങറായിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. എപ്പോൾ നോക്കിയാലും എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കുകയാണെങ്കിൽ എനിക്ക് മടുത്ത് ഈ വീട്ടിലെ ജീവിതം എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ മുന്നിൽ മോനെ നല്ലൊരു മിഠായി ഉണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ട്രൈ ചെയ്യാൻ തോന്നും. നമ്മൾ ഈ ലഹരി മരുന്നിനോടുള്ള വർദ്ധിച്ചു വരുന്ന ആസക്തികളെക്കുറിച്ച്, കുട്ടികളിലേക്ക് ഇത് പടർന്നു പിടിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് ആകർഷകമായ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ള ഒരു വിഷയമുണ്ട്. കുട്ടികളിലൂടെ തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഭീകരമായ സൈഡുണ്ട്. അതിനോടൊപ്പം ഉള്ള ഒന്നാണ് ഈ ലഹരിയിൽ അഭയം പ്രാപിക്കുന്നതാണ് മറ്റുള്ള എന്തിനേക്കാളും നല്ലതെന്ന് പറയുന്ന ഒരു ചിന്ത ഈ കുട്ടിയിൽ ഉണ്ടായി പോകുന്നത്. ഇപ്പോൾ സ്കൂളുകളിൽ മുഴുവൻ ലഹരി അപകടമാണ്, ദോഷമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. ഇത് അപകടമാണ് എന്ന് മുതിർന്ന ഇത്രയും ആളുകൾ പറഞ്ഞിട്ടും ആ കുട്ടിക്ക് വീണ്ടും അത് ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് ആദ്യത്തെ ട്രൈയെക്കുറിച്ചാണ്, ആ ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷർ മാത്രമല്ല അവിടെ ഒരു ഘടകമായിട്ടുണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ മുതിർന്ന ആളുകൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ വളരെ പ്രധാനമാണ്. കുറേയും കൂടി റെസ്പെക്റ്റോടുകൂടി സംസാരിക്കുക, എങ്കിൽ മാത്രമാണ് ആ റെസ്പെക്റ്റ് നമുക്ക് തിരിച്ചു കിട്ടുക. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുക. ഈ ഒരു രീതിയിലാണ് നിങ്ങളും കുട്ടികളോട് പല കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ 100% ഉറപ്പാണ് ഈ ചെവി കൂടി കേൾക്കും, ഈ ചെവി കൂടി കളയും, ചിലപ്പോൾ ഈ ചെവി കൂടി കളയില്ല, ഈ വായി കൂടി വരുന്നത് നിങ്ങൾ കേൾക്കേണ്ടി വരും. പണ്ട് എൻ്റെ അമ്മ അനിയത്തിക്ക് മാത്സിന് മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അവളെ പിടിച്ച് ചോദ്യം ചെയ്യുക ഇൻ ദ സെൻസ് അവൾ ഹോസ്റ്റലിലായിരുന്നു, ഗേൾസ് ഹോസ്റ്റൽ, ഞാനും ഉണ്ട് കൂടെ. അമ്മ ഒരു ശനിയാഴ്ച അവിടെ ചെന്നിങ്ങനെ കാണാം. അപ്പോൾ അമ്മ അവളോട് ഭയങ്കര ചൂടായിട്ട് ചോദിക്കും, നീ എന്താ മോളെ ഇങ്ങനെ, നീ എന്താ കണക്കിന് ഇത്ര മാർക്ക് വാങ്ങാത്തത്? അപ്പോൾ അവളും ചുറ്റും നോക്കുമ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടല്ലോ, അവൾ എടുത്ത വൈകി തിരിച്ചു ചോദിച്ചു. അമ്മയ്ക്ക് പിന്നെ 8ാം ക്ലാസ്സിൽ മാത്സിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. നമുക്കൊന്നും പറയാനില്ല. എന്നാൽ അതേസമയം ബാക്കിയുള്ള കുട്ടികളും കേൾക്കുന്നതാണ്, അവർക്കൊരു അഭിമാനമുണ്ട്. ഞാൻ പറയുന്നത് അമ്മയെ മോശക്കാരിയാക്കി പറയല്ല, പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. നമ്മൾ ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് ഇപ്പോൾ അമ്മ കുറേ കൂടി ശ്രദ്ധിച്ചൊക്കെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. പക്ഷേ അന്ന് ആ 8ാം ക്ലാസ്സുകാരിക്ക് കൊടുക്കേണ്ടിയിരുന്ന ഒരു ബഹുമാനം ഉണ്ടായിരുന്നു. അവളോടൊരു കാര്യം പറയുമ്പോൾ, അവളൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ കൊടുക്കേണ്ടിയിരുന്നൊരു ബഹുമാനം ഉണ്ടായിരുന്നു. അത് അങ്ങോട്ട് കൊടുക്കാത്തടത്തോളം ഇങ്ങോട്ട് കിട്ടില്ല എന്ന് മാത്രമല്ല, ആ സമയത്ത് നമ്മൾ എന്താണോ പറയുന്നത് അതിനൊരു പോസിറ്റീവ് റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിക്കരുത്. ഇവിടെ സലിംകുമാറിൻ്റെ ഈ ഭാഷയുടെ പ്രശ്നം അവിടെയാണ് ഇരിക്കുന്നത്. അവനവനെ കുറേയും കൂടി മികച്ച ഒന്നായി അടയാളപ്പെടുത്തുക. ഇപ്പം വായനശാലയിൽ പോയിരുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആളുകൾ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ചിന്താഗതി വെച്ചുകൊണ്ട് ഇവരൊക്കെ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ് താഴോട്ട് നോക്കി നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെക്കാൾ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനാണ് വളർന്നു വരുന്നത്. അവർ ആയിരിക്കും എന്തോ പറഞ്ഞിട്ട് പോട്ടെ എന്ന്. എപ്പോഴും ഒരു കോൺവെർസേഷനിൽ നമ്മളെവിടെയാണ് പ്ലേസ് ചെയ്യുന്നത്, മറ്റേ ആളെ എവിടെയാണ് നമ്മൾ കാണുന്നത്, എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയാണ്, അവരെന്തിനെയാണ് എൻജോയ് ചെയ്യുന്നത്, അവർ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്തരം ഭാഷ ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, സലിംകുമാറിനെ വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല ഇത്. നമ്മൾ ഈ സലിംകുമാർ ഈ പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ റോങ് ആണ് എന്നുള്ള കാര്യം അഡ്മിറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയുകയാണ്. പല കാര്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പക്ഷേ ചർച്ച ചെയ്യുമ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ പ്രധാനമാണ്. പിന്നെ ഈ പറയുന്ന
നമ്മുടെ കുട്ടികളെ നമ്മുടെ സംസ്കാരം പഠിപ്പിക്കണം എന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോൾ നിങ്ങൾ ഏത് സംസ്കാരമാണ് പഠിപ്പിക്കാൻ പോകുന്നത്? നിങ്ങൾ ഏത് സംസ്കാരമാണ് പഠിച്ചത്? നിങ്ങളുടെ അച്ഛനും അമ്മയും പിന്തുടരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പൂപ്പനും അമ്മൂമ്മയും പിന്തുടരുന്ന അതേ സംസ്കാരമാണോ നിങ്ങൾ പിന്തുടർന്ന് പോകുന്നത്? അതിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടില്ലേ? ഇപ്പോൾ സലിംകുമാർ തന്നെ അദ്ദേഹത്തിൻ്റെ ദൈവവിശ്വാസത്തിനെക്കുറിച്ചുള്ള കാര്യങ്ങളും വേറെ ഒരുപാട് കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിൽ വളർച്ചയുടെ സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. ആ മാറ്റങ്ങളുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ടാണ് സലിംകുമാർ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ സാംസ്കാരികമായ ആളുകളോട് ഇടപെടുന്നതും അവരിൽ നിന്ന് പലതും സ്വീകരിക്കുന്നതും എങ്ങനെ വേണമെന്ന് സലിംകുമാർ രൂപപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ട്, ഒരു ശീലമുണ്ട്. അതിനെ നമുക്ക് അദ്ദേഹത്തിൻ്റെ സംസ്കാരം എന്ന് പറയാം. അത്തരം ഒരുപാട് ആളുകൾ സ്നേഹത്തോടെ, പരസ്പര ബഹുമാനത്തോടു കൂടി, സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സാമൂഹികമായി ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനം. നമുക്ക് എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവുക എന്നുള്ളതല്ലേ പ്രധാനം. അവിടെ ലഹരിയും അരാജകത്വവും ഒന്നുമില്ലാത്ത സമാധാനമുള്ള ജീവിതം ഉണ്ടാവാൻ ഏത് തരം സംസ്കാരമാണോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ആളുകൾ സാംസ്കാരികമായി സംവദിക്കേണ്ടത് എന്നുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ കേരളത്തിനൊരു സംസ്കാരമുണ്ട്, ആ സംസ്കാരം ഇതാണ്, നിങ്ങളിത് ജീവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പാറ്റേൺ അത് ലോകത്ത് എവിടെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. അങ്ങനെ പിടിച്ചു വെച്ച് നിലനിർത്തി പോന്നിട്ടുള്ള സംസ്കാരങ്ങളൊക്കെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ടുണ്ട്. വിപ്ലവങ്ങൾ കൊണ്ട് കീഴടങ്ങേണ്ടി വന്നിട്ടുണ്ട്. കേരളത്തിലെ കുട്ടികൾ ഇതാണ് സംസ്കാരം. നമ്മൾ കാലം മാറുന്നതനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് കുട്ടികൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളുണ്ട്. സലിംകുമാർ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ, ഓരോ ആളുകളും അവരുടെ വളർച്ചയുടെ പ്രായത്തിൽ ഉൾക്കൊണ്ടും മനസ്സിലാക്കിയും വരുന്ന കാര്യങ്ങളിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കുകയും മറ്റുള്ളവന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, മറ്റുള്ളവൻ്റെ ജീവിതത്തിൽ കയറി ജഡ്ജ് ചെയ്യാതെ സമാധാനമായി ജീവിക്കുക. അങ്ങോട്ടും സമാധാനവും ബഹുമാനവും കൊടുക്കുക, ഇങ്ങോട്ടും അത് കിട്ടുന്ന രീതിയിൽ സംവദിക്കുക. ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതല്ലേ പ്രധാനം. എല്ലാവരും നാട്ടിൽ നിൽക്കാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം മുന്നോട്ട് വെക്കുന്ന സലിംകുമാറിൻ്റെ വർത്തമാനത്തിൽ തന്നെ അതിനുള്ള ഉത്തരവുണ്ട്. പിന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ മുൻ തലമുറ എന്ന് പറയുന്നത്, അതായത് ഇന്നത്തെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ, ഈ മൊബൈൽ ഫോണിൻ്റെ രൂക്ഷ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, അവരിതൊക്കെ പറയാൻ അർഹതയുള്ളവരാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ നമ്മൾ വാട്സപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ, എൻ്റെ മാമന്മാരാണ് എന്നെ ഏറ്റവും കൂടുതൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഇച്ചിരി പ്രായമുള്ള ആൾക്കാരാണ്. അവർ ഈ ബുദ്ധിയില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ വളരെയധികം ആഘോഷിക്കുന്ന ആളുകളാണ്. പറയുന്നുണ്ടൊന്നും തോന്നരുത്. വളരെ ഇല്ലോജിക്കലായ ഈ നോക്കിയ 1100 ഉണ്ടായിരുന്ന സമയത്തുള്ള ഫോർവേഡുകൾ വരെ ഇപ്പോഴും ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഒരു പണിയില്ലേ എന്ന് ചോദിച്ചാൽ ഒരു പണിയുമില്ലേ. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക, അനാവശ്യമായ വിവാദങ്ങൾ കുത്തിപ്പൊക്കുക, പിന്നെ ഇപ്പോഴും മറ്റേ ഫ്രൂട്ടിയിൽ എയ്ഡ്സ് രോഗിയുടെ രക്തമുണ്ട് എന്നൊക്കെ പറയുന്നത് പോലത്തെ പരിപാടികൾ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ മുതിർന്ന ആളുകൾ ചില സമയത്തൊക്കെ പറയും, നമ്മളൊരു യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ മുഴുവൻ ഫോണിലല്ലേ. ശരിയാണ്. നമുക്ക് ജനശതാബ്ദിയിലേക്ക് പോകാം. ജനശതാബ്ദിയിൽ നിങ്ങൾ നോക്കൂ, ഏത് പ്രായത്തിലുള്ള ആളുകളാണ് ഫോൺ നോക്കിയിരിക്കുന്നതെന്ന്. എല്ലാവരും ഫോണിൽ നോക്കി തന്നെ ഇരിക്കുന്നത്. അത് പുതിയ ജനറേഷൻ്റെ കുഴപ്പമൊന്നുമല്ല. ഈ റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് പറയുന്ന സലിംകുമാർ പറഞ്ഞൊരു പ്രശ്നം, അത് യുവാക്കളിൽ മാത്രം അടിച്ചേൽപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. അത് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരിൽ നിന്നും അത്തരം ബോധക്കേടുകൾ നമ്മൾ കാണാറുണ്ട്. അത് എൻ്റെ കാര്യം ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരുടെ കാര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനുള്ള ലോകത്തിൽ മാത്രം ജീവിക്കുന്നതുകൊണ്ട് പലപ്പോഴും പലരും ചെയ്യാറുള്ളതാണ്. അപ്പോൾ എല്ലാ കുറ്റവും കൂടി നമ്മൾ പുതിയ ജനറേഷൻ്റെ നെഞ്ചത്ത് വെച്ച് കൊടുക്കരുത്. അല്ലെങ്കിൽ ഈ ഉപദേശിക്കാൻ ചെല്ലുന്ന ആളുകൾ വിമർശനത്തിന് അതീതരാണ് എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. നമസ്കാരം. ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ സലിംകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ അധിക്ഷേപിക്കാനോ, പുള്ളി പറഞ്ഞത് ഇങ്ങനെയാണോ അതുകൊണ്ട് പുള്ളി ഇങ്ങനെ ഒരു മനുഷ്യനാണ് എന്ന് സ്ഥാപിക്കാനോ വേണ്ടിയുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നുകൊണ്ട് ഒരുപാട് കോമൺ കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ കുറച്ചും കൂടി പ്രായമുള്ള ആളുകളൊക്കെ പലപ്പോഴായി പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ചില കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണിത്. പിന്നെ റോഡിലേക്ക് ഫോണും കൊണ്ട് ഇറങ്ങുമ്പോൾ ഫുട്പാത്തിലാണ് എന്ന് ഉറപ്പിച്ചിട്ട് മാത്രം ഇതിൻ്റെ സ്ക്രീനിലേക്ക് നോക്കുക, ചെവിയിൽ വെച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അപകടം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.